അപ്പം ഇതാണ് നമ്മുടെ എനർജി ഡ്രിങ്ക്. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒറ്റയടിക്ക് എടുത്ത് എൻ്റെ ഗ്ലാസ് ഒന്നുമില്ല, ഫുള്ള് എടുത്ത് ഗ്ലാസ്സിൽ എന്താ ഫ്രണ്ട്സ്, മജി പിക്സൽ എപ്പിസോഡിലേക്ക് എനിക്ക് സ്വാഗതം. കുറേ ദിവസമായിട്ട് വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ലായിരുന്നു, വലിയ മഴയായിരുന്നു. കാരണം ഔട്ട്ഡോർ ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഒരു ദിവസം ഇന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു ഐഡിയ കിട്ടി, ഒരു എനർജി ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഇനി കുറേ സാധനമൊന്നും ഇല്ല, കുറേ മിക്സിങ് ഒന്നും ചെയ്യണ്ട, കുറച്ച് സാധനമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാൻ ഇന്നൊരു പേര് ഇട്ടിട്ടുണ്ട്, ആദീസ് ഡ്രിങ്ക്. അല്ല, റെഡ് കളറിൽ ഇപ്പോൾ ഉണ്ട്. ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണം. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പം ഈ ജ്യൂസിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ക്യാരറ്റ് വേണം. ഈ ക്യാരറ്റൊക്കെ ഞാൻ പീൽ ചെയ്ത് വരാൻ കുറേ നേരമായി. എടുത്ത് പിന്നെ ബീട്രൂട്ടും വേണം, പിന്നെ നാരങ്ങയും വേണം, ഇഞ്ചി, പുന്നയില വേണം, പഞ്ചസാര വേണം, വെള്ളം വേണം. ഇനി ഇത് മുറിച്ചൊക്കെ എടുക്കാനായിട്ട് ഹെൽപ്പിന് വേണ്ടിയിട്ട് എൻ്റെ അമ്മയെ കൂടെ വിളിക്കുക. അമ്മ വാ. അപ്പം അമ്മയൊക്കെ വന്നിട്ടുണ്ട് ഹെൽപ്പിന് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ പണി തുടങ്ങാം. അപ്പം ഞാനൊരു ക്യാരറ്റ് എടുക്കട്ടെ. ഞാൻ ഇതൊന്ന് എന്തെങ്കിലും ഒരു പ്ലേറ്റിലോട്ട് അരിഞ്ഞിടണം. ഇതിലോട്ട് ഞാൻ അയ്യോ ഇത് മുക്കാൻ മതി വേണം. ഞാൻ അത് നോക്കട്ടെ, എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. കുറച്ചൊക്കെ വീണല്ലോ. എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാനുള്ള വെന്തെടുക്കാനല്ലേ അത് വീഴുന്നില്ല. ചരിച്ചരിച്ച് പിടിക്കും, കൈ ഇതാവാതെ കിട്ടും. അരി കിട്ടും. ആ അമ്മ മാറ്റി കൈ മാറ്റി. അയ്യോ നമ്മൾ അരിഞ്ഞ് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അമ്മയുടെ ഒന്ന് കഴിഞ്ഞ് ഇപ്പൊ ഇതേ എണ്ണ ഇത്രയാണ്. ഇതേ എണ്ണ ഇത്രയൊക്കെ വീണു. സാധാരണ ഞാൻ ഇങ്ങനെ അരിയുമ്പോ വീഴത്തില്ലേ, ഇന്ന് ഒരു ദിവസം വീണ്. നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്യും. കുക്കറിലോട്ടിട്ട് വേഗം അടിപൊളിയായിട്ട് വെന്തിട്ട് വേണം നമ്മൾ തണക്കാൻ വെക്കണം. എന്നിട്ട് നാരങ്ങ വെള്ളം നല്ലപോലെ തണുത്ത് സസ്പെൻസ് എല്ലാം പോകും. നമ്മുടെ സസ്പെൻസ് പൊളിക്കല്ലേ. അമ്മയില്ലേ, ഞാൻ ചിലപ്പോ ഒക്കെ ജ്യൂസ് വേണമെന്നൊക്കെ പറയുമ്പോ അമ്മ കടയിന്ന് അമ്മ ഒരു ഈ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കടയിന്ന് മേടിച്ചാന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചിട്ട് ഞാൻ കുടിക്കും. പിന്നെ ഞാൻ കഴിക്കില്ല. അമ്മ ജോലിക്ക് പോകുമ്പോ അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കുഞ്ഞിനുണ്ടെങ്കിൽ വെച്ചിട്ട് പോകാൻ പറ്റുമോ? കടയിൽ നിന്ന് മേടിച്ച് ജ്യൂസ് കുടിക്കാൻ പറ്റുമോ? സമയം കിട്ടുമ്പോ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കും. അപ്പൊ കുഞ്ഞിന് ജ്യൂസ് കുടിക്കുകയും ചെയ്യാം, അമ്മയ്ക്കും വേണേ കുടിക്കാം. അമ്മയ്ക്കും കുടിക്കാം. ഇത് ഉച്ചയ്ക്ക് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് കുടിച്ചിട്ട് പോവാണെങ്കിൽ നല്ല എനർജി, നല്ല ബുദ്ധിയാ. ബുദ്ധി നല്ല ബുദ്ധിയാ. പവർ കിട്ടും, തലച്ചോറ് കിട്ടും. എന്നെ ഇല്ലേ ഒരെണ്ണം തെങ്ങിപ്പോയി, ക്യാരറ്റ് തെങ്ങിപ്പോയി. കൈ മുറിക്കല്ലേ വാങ്ങി. പിന്നെ അമ്മയുടെ ക്യാരറ്റ് തീർന്നു. അമ്മ ഇത് അരിഞ്ഞിട്ടെ. അല്ല ഞാൻ
ഇങ്ങനെ അരിയുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇതൊക്കെയാണോ അതിന് ആണോ ഒരു ക്യാരറ്റ് തിന്നാൻ വേണോടാ ഒന്നും വേണ്ട. അപ്പം ഈ ക്യാരറ്റും ബീട്രൂട്ടും എന്തുവാ ഇഞ്ചിയും പുതിനയിലയും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും പാനിയാക്കാൻ വെക്കണം. ഇത് കുക്കറിലാണ് നമ്മൾ വെക്കുന്നത്. കാരണം ഇത് കുറെ സാധനമുണ്ട്. കൂടുതൽ നന്നായിട്ട് വെന്തെടുക്കണം, അല്ലെങ്കിൽ ഇതിന്റെ രുചി ശരിയാവത്തില്ല. ഇത് ചെയ്യാനായിട്ട് ഈ കളിച്ചട്ടി തന്നെയാണ് വെക്കുന്നത്. ഇത് നമ്മള് കുക്കറിൽ വെക്കാം. അപ്പൊ ഞങ്ങൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കിട്ട് വരാം. ഓക്കെ. അപ്പൊ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും പുതിനയില ഇഞ്ചിയും കൂടെ ഉള്ള ഒരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കുള്ളൂ, നല്ല റെഡ് കളറ്. ഇപ്പൊ തന്നെ എന്റെ വായിന്ന് കൊതിന്ന്. ഇനി നമ്മള് പഞ്ചസാര പാനി ആക്കിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ പാനിയായി വന്നിട്ടുണ്ട്. എന്നിട്ട് 4 നാരങ്ങയുടെ നീര്, മീഡിയം സൈസ് നാരങ്ങയാണ്, ചെറിയ നാരങ്ങ. അപ്പൊ നമ്മുടെ പഞ്ചസാര പാനിയും ഈ ജ്യൂസും നല്ലതായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നാരങ്ങ നീര് ഒഴിക്കുക. അല്ലെങ്കിൽ പിന്നെ അതിന് ടേസ്റ്റ് വ്യത്യാസം വരും. വ്യത്യാസം വരുമോ? ആര് കഴിപ്പോ കുടിക്കാൻ പറ്റില്ല. പുതിനയില ആണെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാച്ചാൽ മതി. ഇഷ്ടമല്ലെങ്കിൽ പുതിനയില ഇടാൻ നോക്കണ്ട. അല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെയും ചെയ്ത് നോക്കിയായിരുന്നു, പരീക്ഷ നോക്കിയായിരുന്നു. പുതിനയില ഇല്ലാതെയും ചെയ്തു, പുതിനയില ഇട്ടും ചെയ്തിട്ടും രണ്ടിനും നല്ല ടേസ്റ്റ് തന്നെയാണ്. സെയിം ടു സെയിം ആയിരുന്നു. കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് നമുക്ക് തോന്നിയത്. നല്ല റെഡ് കളർ, അടിപൊളി കളറായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പം മിക്സ് ചെയ്യാനായിട്ട് ആദ്യം എന്തോ ഒഴിക്കണ്ടേ? പഞ്ചസാര പാനി ഒഴിക്കാം. അമ്മ അങ്ങോട്ട് ഒഴിച്ചു തരാമോ? കലക്കിക്കോ. ഓക്കേ. അത് വീണ് ശരിക്കും സാരമില്ല. ഇത് ഞാൻ ഒഴിച്ചോളാം. നാരങ്ങ നീര് ഫുൾ ഒഴിക്കാറില്ലേ? അപ്പൊ പിന്നെ വിട്ടാ പോലെ. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പൊ ഇനി നമ്മള് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മള് കുടിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഗ്ലാസ് കൊണ്ടുവരാം. അപ്പൊ നമ്മള് നോക്കോളൂ, ഈ ഗ്ലാസ് ജ്യൂസ് ഒഴിച്ചു, വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്താലോ? അപ്പം നമ്മൾ ചെറിയ ഐറ്റമൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ നല്ല രസമായിട്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യണ്ടേ? അടിപൊളിയാണോ? അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടോ? കൂട്ടുകാരെ, ഈ ജ്യൂസ് ഇഷ്ടപ്പെട്ട വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറക്കല്ലേ. ഇനി ഇതുപോലെയുള്ള വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്ന ദിസ് ഇസ് ആയിത്ത ജെറ സൈനിങ് ഔട്ട്. ബൈ.